ഹാഷ് ബാക്ക് സെഗ്മെന്റിലെ 3 ഓട്ടോമാറ്റിക് വാഹനങ്ങളും അതും ഒരേ ബ്രാൻഡിന്റെ വ്യത്യസ്ത മോഡലുകളിലെ വ്യത്യസ്ത ഫേസ് ലിഫ്റ്റിൽ വന്നിട്ടുള്ള വാഹനങ്ങൾ. ഹ്യൂണ്ടൈന്റെ നിയോസ് എന്ന വാഹനം 2023 മോഡലിൽ നിൽക്കുന്ന വാഹനം, 22 മോഡലിൽ നിൽക്കുന്ന വാഹനം, 20 മോഡലിൽ നിൽക്കുന്ന 3 വാഹനങ്ങളാണ്. വ്യത്യസ്ത കളറിൽ നിൽക്കുന്ന വാഹനങ്ങളാണ്. അത് വ്യത്യസ്ത വേരിയന്റിൽ നിൽക്കുന്ന വ്യത്യസ്ത ഫേസ് ലിഫ്റ്റിൽ വന്നിട്ടുള്ള വാഹനങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് വാഹനം 2023 മോഡലിൽ നിൽക്കുന്ന 35,000 കിലോമീറ്റർ ഓടിലേക്ക് L07 എറണാകുളം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ആസ്റ്റ എന്ന വാഹനം. 8 ഗിയർ ബോക്സിൽ നിൽക്കുന്ന വാഹനം. അതിന്റെ ഫ്രണ്ടിന്റെ ഒരു ഗ്രില്ലിന്റെ ഡിസൈൻ പാറ്റേൺ നോക്കിയാൽ മതി. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ. ഏറ്റവും ന്യൂജൻ വാഹനങ്ങൾ കണ്ടുവരുന്നുള്ള ഒരു ടൈപ്പ് ഡിസൈൻ പാറ്റേൺ ആണ് ന്യൂസ് എന്നൊരു വാഹനത്തിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ്, അതേപോലെ തന്നെ ക്യൂട്ടായിട്ട് നിൽക്കുന്നൊരു ഡേലൈറ്റ് റണ്ണിംഗ് ലാംപ്സ്, അലോയ് വീൽസ്, മിറർ ഇൻഡിക്കേറ്റർ, ഫോൾഡിംഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഓട്ടോ ക്ലൈമറ്റ്, AC തുടങ്ങിയിട്ടുള്ള വയർലെസ് ചാർജർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ഇതിന്റെ എക്സ്റ്റീരിയർ ബോഡിയുടെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വളരെ ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഹ്യൂണ്ടൈ ഈ ഒരു വാഹനത്തിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ബാക്ക് പ്രൊഫൈലിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു ടെയിൽ ലൈറ്റിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ രണ്ടറ്റവും മുട്ടുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ യൂസ് ചെയ്തിട്ടുണ്ട്. നിയോസ് നല്ലൊരു അടിപൊളി ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വളരെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വളരെ ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 7,55,000 രൂപക്ക്. ഇനി നേരെ 22ലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 2022 മോഡലിൽ നിൽക്കുന്ന സ്പോർട്സ് എന്ന വേരിയന്റിൽ നിൽക്കുന്ന ഒരു വാഹനമാണിത്. സിംഗിൾ ഓണർഷിപ്പിൽ 66,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം നിലവിൽ റൺ ചെയ്തിരിക്കുക. 42 രജിസ്ട്രേഷൻ, പറവൂർ രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം. തൊട്ട് മുമ്പ് കണ്ടതിനേക്കാൾ ചെറിയൊരു ഫേസിൽ വ്യത്യാസമുണ്ട്. കാരണം ആ ഒരു ബമ്പറിന്റെ ഷേപ്പ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ് 23 മോഡൽ. 22 ഈ ഒരു ഷേപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. അതേപോലെ പ്രൊജക്ട് ഹെഡ് ലാമ്പ്, അലോയ് വീൽസ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, സ്റ്റെയറിംഗ് കൺട്രോൾസ്, ഓട്ടോ ക്ലൈമറ്റ്, AC തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് വരാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കണ്ട ഒരു ക്യൂട്ട്നെസ് ഇതിന് കിട്ടുന്നില്ല. കാരണം വെച്ചാൽ ആ ടൈൽ ലാമ്പിന്റെ ഡിസൈനും ആ ഒരു ബൂട്ടിന്റെ ആ ടൈൽ ഗേറ്റിന്റെ ഭാഗം ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ന്യൂസ് നല്ല ഒരു ബാഡ്ജിങ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഡിസൈൻ കണ്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പോരായ്മ ഫീൽ ചെയ്യുന്നു. ആ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ചെറിയ പോരായ്മ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മാത്രം. ഈ ഒരു വാഹനം നമുക്ക് 6,65,000 രൂപക്ക്. ഇനി നേരെ ബാക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ 2020 മോഡൽ നിൽക്കുന്ന ഒരു വാഹനമാണിത്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന 28 രജിസ്ട്രേഷൻ നിൽക്കുന്ന 60,000 കിലോമീറ്ററുള്ള സ്പോർട്സ് എന്ന പേരിൽ നിൽക്കുന്ന വാഹനം. സെയിം നമ്മൾ ഈ ഒരു കളറിൽ കണ്ട ഈ ഒരു വാഹനത്തിൽ 22 മോഡലിന്റെ സെയിം ഫീച്ചേഴ്സ് തന്നെ ഇതിനകത്ത് വന്നുള്ളത്. ഇതിൻ്റെ ആ ഗ്രില്ലിനകത്ത് ചെറിയൊരു ക്രോം ഫിറ്റിംഗ്സ് ഇതിനകത്ത് അഡീഷണലി വന്നിട്ടുണ്ട്. പ്രൊജക്ട് ലാമ്പ്, ഫോഗ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. നല്ല എക്സ്റ്റീരിയർ ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറും സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഡോർ പാഡും ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം ആ ഒരു ബ്ലാക്കിന്റെയും അതേപോലെ ഗ്രേന്റെയും ഒരു 2 കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് 3 വാഹനത്തിനും ഇന്റീരിയർ ഹ്യൂണ്ടായി ഇതിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം പെട്രോൾ നമുക്ക് ഒരു 15 വരെ നമുക്ക് ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യം കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഹ്യൂണ്ടൈൻ്റെ ഐറ്റൺ അല്ലെങ്കിൽ നിയോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള 3 വാഹനങ്ങളും. ആവറേജ് ടയർ കണ്ടീഷൻ നിൽക്കുന്നു. മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യം വളരെ കുറഞ്ഞിട്ടുള്ള വാഹനം ഞാൻ വീണ്ടും റിപ്പീറ്റ് പറയാൻ കാരണം സാധാരണ ഇതിൽ ഒരുപാട് വാഹനങ്ങൾ വിൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇന്നേവരെ നിയോസിന് അല്ലെങ്കിൽ ഹ്യൂണ്ടൈൻ്റെ വാഹനങ്ങളൊക്കെ ഓവർ മെയിൻ്റെനൻസ് ആയിട്ട് ഇന്നേവരെ ഒരു കസ്റ്റമർ പോലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കസ്റ്റമറായ സാറ്റിസ്ഫാക്ഷൻ്റെ മുകളിൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഹ്യൂണ്ടൈൻ്റെ വാഹനങ്ങളെല്ലാം ഡ്രൈവ് ചെയ്യാൻ നല്ല അടിപൊളിയാണ്. മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യം കുറഞ്ഞിട്ടുള്ള വാഹനം കൂടിയാണ്. അത്യാവശ്യം റീസെയിലും കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന വാഹനങ്ങളാണ് ഈ ഒരു 3 വാഹനങ്ങളും അല്ലെങ്കിൽ ഹ്യൂണ്ടൈൻ്റെ ഒട്ടുമിക്ക വാഹനങ്ങളും. അപ്പോൾ 3 വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസും മറ്റും ബുക്കിങ്ങിനും ആവശ്യമുള്ള കോൺടാക്ട് ചെയ്യുക നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് വെള്ളാട്ടുപറമ്പാണ് ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വീഡിയോ മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.